ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ടോപ്പിക്കാണ് ഇൻസ്പെക്ഷൻ, എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ശരിയായിട്ട് തന്നെയാണോ അവർ പ്രവർത്തിക്കുന്നത്, നിയമം അനുസരിച്ച് തന്നെയാണോ അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ ഈ ഒരു സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഈ സെക്ഷൻ്റെ മെയിൻ ലക്ഷ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ നടക്കുന്ന തട്ടിപ്പ് തടയുക, ഷെയർ ഹോൾഡേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും സംരക്ഷിക്കുക, കോർപ്പറേറ്റ് ഗവർണൻസ് ഉറപ്പാക്കുക, പൊതു താൽപ്പര്യം സംരക്ഷിക്കുക. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ 3 സ്റ്റേജസ് ആയിട്ടാണ് നിറവേറ്റുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എൻക്വയറി, അതിനെ പ്രിലിമിനറി സ്റ്റേജ് എന്ന് പറയും. സെക്കൻഡ് സ്റ്റേജാണ് ഇൻസ്പെക്ഷൻ, അത് വെരിഫിക്കേഷൻ സ്റ്റേജ് എന്ന് പറയും. തേർഡ് സ്റ്റേജാണ് ഇൻവെസ്റ്റിഗേഷൻ, അത് ഡീറ്റെയിൽഡ് സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് കമ്പനീനെ നിരീക്ഷിക്കുന്നതും പരിശോധിക്കുന്നതും. അപ്പോൾ ഈ പറഞ്ഞ 3 സ്റ്റേജസ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസാണ്. അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനി ഓർ ഇൻസ്പെക്ടർ, പിന്നെ സെൻട്രൽ ഗവൺമെൻറ്, പിന്നെ NCLT, പിന്നെ SFIO. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കമ്പനി സാധാരണ പോലെ ഡോക്യുമെൻറ്റ്സൊക്കെ ഫയൽ ചെയ്യും ROCക്ക്. അപ്പോൾ ROCക്ക് കിട്ടിയ ഡോക്യുമെൻറ്റ്സും ഇൻഫോർമേഷൻ അനുസരിച്ച് ഒന്ന് പരിശോധിക്കും. അത് കഴിയുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷനൊന്നും കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ROC കമ്പനിയുടെ അടുത്ത് കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് അയക്കാൻ പറയും. അത് റിട്ടേൺ നോട്ടീസ് വഴിയാണ് കമ്പനിയുടെ അടുത്ത് പറയണത്. അപ്പോൾ നോട്ടീസ് കിട്ടിക്കഴിയുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ അത് ROCക്ക് അയക്കണം. അപ്പോൾ ഈ അയച്ച ഇൻഫോർമേഷൻ ഒന്നും കൂടി ROC ചെക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ടും ROCക്ക് ഒരു തൃപ്തി വന്നില്ല, അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യത്തെപ്പറ്റി കുറച്ചും കൂടി കൂടുതൽ അറിയാനുണ്ട്, അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ വേറൊരു നോട്ടീസ് കമ്പനിക്ക് അയക്കും. ആ നോട്ടീസിനകത്ത് പറഞ്ഞത് ഈ പറഞ്ഞ ROC ഇന്ന സമയത്ത് ഇന്ന ഡേറ്റിൽ കമ്പനിയിൽ വരും, അതിൽ ബുക്സും അക്കൗണ്ട്സും പേപ്പേഴ്സും ഡോക്യുമെൻറ്റ്സൊക്കെ പരിശോധിക്കും. അങ്ങനെ അപ്പോൾ ROC പറഞ്ഞിരിക്കുന്ന സമയത്ത് വന്നു, ബുക്സ് ഓഫ് അക്കൗണ്ട്സൊക്കെ പരിശോധിച്ചു. എന്നിട്ട് ROCക്ക് മനസ്സിലായി ഈ കമ്പനി എന്തോ തട്ടിപ്പ് നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ നിയമത്തിനെതിരെയായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ROCക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കമ്പനീനെ ഇൻഫോം ചെയ്യണം. എന്നിട്ട് ഈ ROC കമ്പനിയുടെ അടുത്ത് പറയും, ഒരു സൂക്ഷ്മ പരിശോധന ഞങ്ങൾ വന്ന് നടത്തും. എന്നിട്ട് ഈ പറഞ്ഞ കമ്പനിയുടെ സകല കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കും. സെൻട്രൽ ഗവൺമെൻറ് ഈ പറഞ്ഞ ROCനെ ആ സൂക്ഷ്മ പരിശോധന ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയിലോട്ട് വിടും. പിന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ് ജനറൽ ഓർഡർ വഴിയോ സ്പെസിഫിക് ഓർഡർ വഴിയോ മേലന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീനെ ഭരമേൽപ്പിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ മേലന്വേഷണം നടക്കുന്ന സമയത്ത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡയറക്ടേഴ്സും ഓഫീസേഴ്സും ബാക്കിയുള്ള ജീവനക്കാരും ROC ചോദിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്തു കൊടുക്കണം. ROC ആയിട്ട് സഹകരിക്കണം. അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മറുപടി പറയണം. ROCയുടെ ഇൻസ്പെക്ടറിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, പേപ്പേഴ്സ്, ഡോക്യുമെൻ്റ്, അതിൻ്റെ കോപ്പീസ് എടുക്കാൻ ഇവർക്ക് പവറുണ്ട്. ഏതെങ്കിലും ബുക്സിൽ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് രേഖപ്പെടുത്താനായിട്ടുള്ള പവറുണ്ട്. പിന്നെ കമ്പനിയുടെ മറ്റുള്ള ബുക്സ്, രജിസ്റ്റേഴ്സ്, ഫയൽസ്, ഡോക്യുമെൻറ്റ്സ് അത് പരിശോധിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. പിന്നെ ആരോടെങ്കിലും ആജ്ഞാപിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൽപ്പന കൊടുക്കാനായിട്ടുള്ള പവേഴ്സുണ്ട്. ഈ പറഞ്ഞ ROC പരിശോധിച്ചു. അത് കഴിയുമ്പോൾ ROC ഒരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് തയ്യാറാക്കണം. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിൻ്റെ ഒപ്പം തന്നെ ഇനിയും ഈ കമ്പനീനെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്നുള്ള റെക്കമെൻഡേഷൻസ് എഴുതി അത് റിപ്പോർട്ടാക്കി സെൻട്രൽ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. ഇനി അടുത്തത് സെർച്ച് ആൻഡ് സീഷർ. അപ്പോൾ ROCക്ക് തോന്നാണ് ഈ പറയണ KMP അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ഓഡിറ്റർ കമ്പനിയുടെ ഏതെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സോ പേപ്പേഴ്സോ ഡോക്യുമെൻറ്റ്സോ തിരുത്താൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് ROCക്ക് ആ ബുക്ക് എവിടെയാണോ വെച്ചേക്കണേ ആ സ്ഥലത്ത് വന്ന് പരിശോധിച്ച് ആ ബുക്കൊക്കെ കണ്ടെടുത്ത് ROCക്ക് വേണമെങ്കിൽ അത് തിരികെ കൊണ്ടുപോകാം. അതിൻ്റെ എല്ലാം കഴിയുമ്പോൾ അത് തിരിച്ച് കമ്പനിക്ക് തന്നെ കൊടുക്കാം, ഈ പറഞ്ഞ ബുക്സും പേപ്പേഴ്സും. അപ്പോൾ എടുത്തുകൊണ്ട് പോയ ബുക്സും പേപ്പേഴ്സും 180 ഡേയ്സിനുള്ളിൽ തന്നെ കമ്പനിക്ക് റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഈ പറഞ്ഞ പേപ്പറും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഡോക്യുമെൻറ്റ്സും ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യമൊക്കെ ആണെങ്കിൽ ROCക്ക് അതിൻ്റെ കോപ്പി എടുക്കാം. ഈ പറയാൻ പോണ 3 കേസസിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കമ്പനിയുടെ കാര്യത്തിലൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ടുള്ള പവറുണ്ട്. ഫസ്റ്റത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ROC അല്ലെങ്കിൽ ഇൻസ്പെക്ടർ അവർ ഇതുപോലെ ഇൻസ്പെക്ഷനൊക്കെ കഴിയുമ്പോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സെൻട്രൽ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. സെക്കൻഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി തന്നെ കമ്പനിയുടെ കാര്യത്തിൽ എന്തായാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി സെൻട്രൽ ഗവൺമെൻറ് അത് അറിയിച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. തേർഡ് കേസാണ് പൊതുജന താല്പര്യം. അതിനെ അടിസ്ഥാനമാക്കി ചിലപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി അടുത്തത് SFIO ഇൻവെസ്റ്റിഗേഷൻ, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ബന്ധപ്പെട്ട എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓഫീസാണ് ഈ പറഞ്ഞ SFIO. ചുരുക്കി പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് ഇവർ. ഈ പറയാൻ പോകുന്ന 4 കേസസിലൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ഈ പറഞ്ഞ SFIOനെ അപ്പോയിൻ്റ് ചെയ്യും കമ്പനിയുടെ കാര്യത്തിലൊന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ROC അല്ലെങ്കിൽ ഇൻസ്പെക്ടർ അവരുടെ ഇൻസ്പെക്ഷൻ എല്ലാം കഴിയുമ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ SFIOനെ ഏൽപ്പിക്കും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കമ്പനി തന്നെ പറയാണ് കമ്പനിയുടെ കാര്യത്തിലൊന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, അതനുസരിച്ചുള്ള സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി അത് സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആ കമ്പനിയുടെ കാര്യത്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണത് SFIO വഴിയായിരിക്കും. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ബേസിസിലും ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. പിന്നെ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലും സെൻട്രൽ ഗവൺമെൻറ് SFIOനെ ഏൽപ്പിക്കും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു പോയിൻറ്റ്, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് SFIOനെ ഏൽപ്പിച്ചു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ SFIO ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് വേറെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആ കമ്പനീനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സപ്പോസ് വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആ കമ്പനീനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ആ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് അവർക്ക് കിട്ടിയ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും റെക്കോർഡ്സൊക്കെ SFIOക്ക് കൈമാറാം. പിന്നെ അതുപോലെ തന്നെ SFIO ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയിലുള്ള എല്ലാവരും സഹകരിക്കണം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് 2 റിപ്പോർട്ട് SFIO സബ്മിറ്റ് ചെയ്യും. ഒരെണ്ണം ഇൻ്ററിം റിപ്പോർട്ട്, മറ്റേത് ഫൈനൽ റിപ്പോർട്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ പറഞ്ഞ 2 റിപ്പോർട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് SFIOയുടെ അടുത്ത് പറയും ആരാണോ തെറ്റുകാർ അവർക്കെതിരെ കേസ് എടുക്കാൻ പറയും. ഓക്കെ, ഇനി അടുത്തത് NCLT വഴിയുള്ള ഇൻവെസ്റ്റിഗേഷൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ NCLTയിലോട്ട് ഇൻവെസ്റ്റിഗേഷൻ ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ അയക്കാം. ഫസ്റ്റ് കേസ്, ഇപ്പോൾ ഷെയർ ക്യാപിറ്റലുള്ള കമ്പനീസ് ആണെങ്കിൽ 100 മെമ്പേഴ്സ് അതിൽ കൂടുതലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ അതിൽ കൂടുതൽ വോട്ടിംഗ് പവറുള്ള മെമ്പേഴ്സ്, ഇവർക്ക് അപേക്ഷ കൊടുക്കാം. ഇനി സെക്കൻഡ് കേസ്, ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിൽ കമ്പനി രജിസ്റ്ററിൽ പേര് ചേർത്ത ടോട്ടൽ ആൾക്കാരുടെ 20% ഓർ മോർ അവർക്ക് അപേക്ഷിക്കാം. പറയാൻ പോകുന്ന എന്തെങ്കിലും സാഹചര്യം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം. സാഹചര്യം ഇങ്ങനെയാണ്. ഇപ്പോൾ ആ കമ്പനി ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തട്ടിപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാണ്, അല്ലെങ്കിൽ മെമ്പേഴ്സിനോടൊക്കെ ക്രൂരമായിട്ടാണ് അത് പെരുമാറുന്നത്, ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് അത് ചെയ്യുന്നുണ്ട് സൈഡിൽ കൂടെ, പിന്നെ ആരോ കമ്പനീനെ വെട്ടിക്കാൻ നോക്കുന്നുണ്ട്, കമ്പനി അവരുടെ മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം പോലും ഓപ്പണായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. അപ്പോൾ NCLTക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടി. ആ ആപ്ലിക്കേഷൻസ് എല്ലാം വായിച്ച് നോക്കിയപ്പോൾ NCLTക്ക് തോന്നുകയാണ് ഈ കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെന്ന്. എന്നിട്ട് NCLT ഒരു ഓർഡർ കൊടുക്കും, ഈ പറഞ്ഞ കമ്പനി സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ NCLT ഇൻവെസ്റ്റിഗേഷൻ. ഇനി അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ ഇൻറ്റു കമ്പനി ഓണർഷിപ്പ്. ചില സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. അതായത് ഈ പറയണ യഥാർത്ഥ വ്യക്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളെ, അല്ലെങ്കിൽ ബെനിഫിഷ്യലി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഓണറിനെ, അല്ലെങ്കിൽ കമ്പനിയുടെ പോളിസീനെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്ന ആൾ, അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ആൾ, മൊത്തത്തിലോ അല്ലെങ്കിൽ ഭൂരിഭാഗമായിട്ട്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാറുണ്ട് സെൻട്രൽ ഗവൺമെൻറ്. അടുത്തത് പ്രൊട്ടക്ഷൻ ടു എംപ്ലോയീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു കമ്പനിയിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ കമ്പനി
ഒരാളെ സസ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ ആലോചിക്കും, അല്ലെങ്കിൽ അയാളെ പണിഷ് ചെയ്യാൻ ആലോചിക്കും, അല്ലെങ്കിൽ അയാളുടെ ജോലി കാര്യത്തിൽ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ, അതായത് ഇപ്പോൾ ശമ്പളം ചുരുക്കാനോ ഒക്കെ ചിലപ്പോൾ ആലോചിക്കും. അപ്പോൾ കമ്പനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ കമ്പനി ആദ്യമേ തന്നെ NCLTയുടെ അടുത്ത് പറയണം. അത് കഴിഞ്ഞിട്ട് NCLT 30 ദിവസത്തിനുള്ളിൽ ഒബ്ജക്ഷൻ നോട്ടീസ് കമ്പനിക്ക് തന്നെ തിരിച്ച് അയച്ചില്ലെങ്കിൽ കമ്പനിക്ക് ഈ പറഞ്ഞ രീതിയിൽ എംപ്ലോയിക്കെതിരെ ആക്ഷൻ എടുക്കാം. ഓക്കെ, ഞാൻ അടുത്തത് ഫ്രീസിങ് ഓഫ് അസറ്റ്സ് ഓർ സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി അത് നോക്കാം. ചിലപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് NCLTക്ക് റെഫർ ചെയ്യും, ഈ കമ്പനിയുടെ അസറ്റ്സ് ഫ്രീസ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ മെമ്പേഴ്സ് ക്രെഡിറ്റേഴ്സൊക്കെ ചിലപ്പോൾ കംപ്ലയിൻറ്റ്സ് പറയും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ കമ്പനിയുടെ സെക്യൂരിറ്റീസൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കണമെന്ന് NCLTയുടെ അടുത്ത് പറയും. അപ്പോൾ ഈ NCLT ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് NCLT ഒന്ന് അന്വേഷണമൊക്കെ നടത്തി കഴിയുമ്പോൾ NCLTക്ക് തോന്നുവാണ് ഈ പറയുന്ന കമ്പനിയുടെ അസറ്റ്സും സെക്യൂരിറ്റീസൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഈടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം, റിമൂവ് ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ട്രിബ്യൂണൽ ഓർഡർ കൊടുക്കും. അത് മാക്സിമം പോയി കഴിഞ്ഞാൽ 3 വർഷത്തേക്കായിരിക്കും ഈ ഓർഡറിൻ്റെ വാലിഡിറ്റി. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത്. ഞാൻ അടുത്ത ആക്ഷൻ ഓൺ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. അപ്പോൾ മോളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, അത് കഴിയുമ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കി സെൻട്രൽ ഗവൺമെൻറ് അത് സബ്മിറ്റ് ചെയ്തു. സെൻട്രൽ ഗവൺമെൻറ് അതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഈ പറയുന്ന രീതിയിലായിരിക്കും ഓർഡർ കൊടുക്കുന്നത്. കുറ്റം ചെയ്ത ഓഫീസേഴ്സ്ക്കെതിരെ കേസ് എടുക്കാൻ പറയും, അല്ലെങ്കിൽ കമ്പനി അടച്ചു പൂട്ടാൻ പറയും, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും. പിന്നെ ഇതുവരെയായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കോസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് അടയ്ക്കാൻ പറയും. പിന്നെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ചായിട്ടുള്ള എല്ലാ ചിലവും ആദ്യം സെൻട്രൽ ഗവൺമെൻറ്റാണ് വഹിക്കുന്നത്. അത് കഴിയുമ്പോൾ ഈ പറയണ ആൾക്കാരിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് റെംബേഴ്സ് ചെയ്യും, തിരിച്ചു മേടിക്കും. ആദ്യത്തെ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ കുറ്റക്കാർ അവരിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ കോസ്റ്റ് റിംബേഴ്സ് ചെയ്യും. ഇൻസ്പെക്ടറിൻ്റെ റിപ്പോർട്ടിൽ ഏത് കമ്പനിയാണോ മെൻഷൻ ചെയ്തത് ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കും ഇൻവെസ്റ്റിഗേഷൻ കോസ്റ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പോൾ ഞാനെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ സ്റ്റഡി നോട്ടൊന്ന് വായിച്ച് നോക്കാം, അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, താങ്ക് യു.